പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ദൈവവചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ തിരുവചന പ്രഘോഷണത്തിൽ എല്ലാവരും പങ്കുകാരാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുകയാണിതല്ലോ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹായിലൂടെ തിരുസഭയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രഘോഷിക്കുകയാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ അറിവുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നതും നല്ലതാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നൽകിയിരിക്കുന്നത്? തിരുസഭയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ കൊടുത്തത് കൂദാശകളിലൂടെയാണ്. മാമോദിസ എന്ന കൂദാശയിലൂടെയും സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരം എന്ന കൂദാശയിലൂടെയും ഓരോ കൂദാശകളിലൂടെയും ദൈവം തൻ്റെ ആത്മാവിനെ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കളിലേക്ക് അവിടുന്ന് അയക്കുന്നു എന്നത് വലിയൊരു സത്യമാണ്. ഇത് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. പിന്നെയോ പരിശുദ്ധാത്മാവ് ദൈവം വിശ്വസ്തനായതിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവ് എന്നും നമ്മുടെ ആത്മാവിൽ വാസമുറപ്പിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ചിലരൊക്കെ ചോദിക്കും, മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ കിട്ടണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? മാമോദിസ സ്വീകരിച്ച പല ക്രിസ്ത്യാനികളും മദ്യം കഴിച്ച് വഴി സൈഡിൽ കിടക്കുന്നവരുണ്ടല്ലോ, മറ്റ് പല തിന്മകളും ചെയ്ത് ജീവിക്കുന്നവരുണ്ടല്ലോ എന്ന് പല വ്യക്തികളും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും തിരുസഭയിലെ അംഗമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും വളർന്നുകൊണ്ടും ഇരിക്കുന്ന വിശ്വാസത്തിലേക്ക് വന്ന അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ ഒരു മാമോദിസ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് മാമോദിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ ചോദിക്കാറുണ്ട്. മാമോദിസ സ്വീകരിച്ച പല വ്യക്തികളും അവർ പാരമ്പര്യ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞ് വെള്ളം അടിച്ച് വഴി കിടപ്പുണ്ടല്ലോ. ശരിയാണ് പ്രിയ സഹോദരങ്ങളെ, വെള്ളം അടിച്ച് വഴി കിടക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള തിന്മയ്ക്ക് പോകുന്നവരുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ജഡമാണ്, ആ ജഡത്തിൻ്റെ ആസക്തിയാണ്, ജഡത്തിൽ കുടികൊള്ളുന്ന തിന്മയുടെ ശക്തിയാണ്, ജഡത്തിൽ കുടികൊള്ളുന്ന പൈശാചിക ശക്തിയാണ് ഒരു വ്യക്തിയെ മദ്യപാനത്തിനോ അല്ലെങ്കിൽ തിന്മയ്ക്കോ അടിമപ്പെട്ടു കൊണ്ടുപോയതിൻ്റെ പ്രധാനപ്പെട്ട മേഖല അതുതന്നെയാണ്. എന്നാൽ കൂദാശകളിലൂടെ ലഭിച്ച ദൈവപരപ്രസാദം, കൂദാശകളിലൂടെ ലഭിച്ച പരിശുദ്ധ ത്രിത്വം, മാമോദിസ എന്ന കൂദാശയിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു പുരോഹിതൻ ജ്ഞാനസ്നാന ജലം ഒഴിച്ചൊരു വ്യക്തിയെ വിശുദ്ധീകരിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം അവൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് ആത്മാവിൽ വാസമുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു സത്യമാണ്. ദൈവത്തിൻ്റെ വചനവുമുണ്ട് വിശുദ്ധ ബൈബിളിൽ. പക്ഷേ ആത്മാവിലേക്കാണ് ഓരോ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക കൃപകൾ ഒരു വ്യക്തിയുടെ ആത്മാവിലാണ് വന്ന് നിറയുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ മനസ്സിലും
ഒരു വ്യക്തിയുടെ ശരീരത്തിലും കുടികൊള്ളുന്നത് പരിശുദ്ധാത്മാവല്ല, പലപ്പോഴും ദുരാത്മാവാണ്. ഓരോ വ്യക്തിയുടെയും അനേകം വ്യക്തികളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നത്, ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നത്, അവൻ്റെ ചിന്തയിലും ഭാവനയിലുമെല്ലാം വന്ന് നിൽക്കുന്നത് പലപ്പോഴും പല വ്യക്തികളുടെ ചിന്തയിലേക്കും ഭാവനയിലേക്കും കടന്നു വരുന്നത് ദുരാത്മാവിൻ്റെ ചിന്തകളായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നന്മ ചെയ്യാൻ ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കുന്നു, പക്ഷേ ആ വ്യക്തിക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ജഡം പാപത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാൻ വേണ്ടി ജഡം ആ മേഖലയിലേക്ക് വലിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജഡത്തിൽ കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, പിന്നെയോ പിശാചിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ആ പിശാചിൻ്റെ സാത്താൻ്റെ ആത്മാവിൻ്റെ ഫലമാണ് ജഡത്തിൻ്റെ ആസക്തികൾ എന്ന് പറയുന്നത്. ജഡത്തിൻ്റെ ആസക്തികൾ, അതായത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ആഭിചാരം, ശത്രുത, കലഹം, ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല. വെറുപ്പ്, വിദ്വേഷം, വാശി, കോപം, മാത്സര്യം, ഭിന്നത, എളിമയില്ലായ്മ, അഹങ്കാരം, ഇതെല്ലാം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല, പിന്നെയോ അത് പിശാചിൻ്റെ ഫലമാണ്, സാത്താൻ്റെ ഫലമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും തിരിച്ചറിയണമേ, കൂദാശകൾ സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിനാൽ നാം ദൈവം നമ്മിലുമാണെന്ന് നമ്മൾ അറിയണം. ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന ആ സത്യം നമ്മൾ തിരിച്ചറിയുക. ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആത്മാവിൽ വസിച്ചിരിക്കുന്നു. ഒരിക്കൽ മാമോദിസ എന്ന കുദാശയുടെ വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിനെ സ്വന്തമാക്കിയ കർത്താവ് ഒരിക്കലും പിന്നെ അവനെ തള്ളിക്കളയത്തില്ല. അവൻ ജഡത്തിന് അടിമപ്പെട്ട്, ആസക്തികൾക്ക് അടിമപ്പെട്ട് പോയി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നശിക്കുന്നത് ജഡമായിരിക്കും, അവൻ്റെ ആത്മാവിന് നാശം സംഭവിക്കത്തില്ല. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ അവൻ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. നമുക്കൊരു നിമിഷം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് അരുളി ചെയ്ത കർത്താവേ, കൂദാശകളിലൂടെ ഞങ്ങളിൽ വന്ന് വാസമർപ്പിച്ച് അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളുടെ ആത്മാവിൽ നിറയുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആത്മാവിൽ നിന്നും അങ്ങയുടെ ചൈതന്യം ഞങ്ങളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കടന്നു വന്ന് അത് ഫലമായി പുറത്തേക്ക് ഒഴുകുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.